കാശിനാഥനെ കാണാൻ കഴിഞ്ഞില്ല, കൈലാസത്തിൽ പോകാൻ കഴിഞ്ഞില്ല. യേശുദാസ് പാടിയ അതിപ്രശസ്തമായൊരു ഗാനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കൈലാസത്തിൽ ഒന്ന് പോവുക, അതിനെ ഒന്ന് വലം വയ്ക്കുക, പറ്റുമെങ്കിൽ മാനസ സരസിലെ ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്നെടുത്ത് കയ്യിലെടുക്കുക. ഇതൊക്കെ ഒരു വലിയ ആഗ്രഹമാണ്. ഈ മറ്റേ അരയന്നങ്ങൾ നീന്തി തുടിക്കുന്ന രാജഹംസങ്ങൾ നീന്തി തുടിക്കുന്ന മാനസ സരസ്, ഭഗവാൻ കൈലാസനാഥൻ പരമശിവൻ അധിവസിക്കുന്ന കൈലാസം അത്ഭുതങ്ങളുടെ ഒരു കേദാരഭൂമിയാണ്. നമ്മുടെ മുന്നിൽ ഒരു വിശേഷപ്പെട്ട അതിഥിയുണ്ട്. വളരെ ചെറുപ്പക്കാരനാണ്, 38 വയസ്സേ ഉള്ളൂ. പക്ഷേ 38 വയസ്സിൽ സ്വാതി ബാലചന്ദ്രനെ കാണുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാദനമസ്കാരം നടത്തണം. കാരണം ഭൂമിയിലെ ഏറ്റവും ദിവ്യമായ കൈലാസ പരിക്രമണം നടത്തിയ ഒരുപാട് പേർ, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരുപാട് പേർ, എല്ലാ വർഷവും ഒരുപാട് പേർ അവിടെ പോകുന്നുണ്ട്. പക്ഷേ കൈലാസ പരിക്രമണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, കൈലാസത്തിൻ്റെ കുറേ അകലെ ചുറ്റുക. പിന്നെ ഇന്നർ പരിക്രമ, കൈലാസത്തിനോട് ഏറ്റവും ചേർന്ന് ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിലൂടെ കൈലാസ പരിക്രമണം, കൈലാസത്തെ ചുറ്റുക എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ അപൂർവം ചില ആളുകളെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ 38 വയസ്സിനുള്ളിൽ പഞ്ചകൈലാസങ്ങളും സന്ദർശിച്ച് കൈലാസത്തിൻ്റെ ഏറ്റവും ചേർന്നുള്ള ഇന്നർ പരിക്രമണ കൂടി നടത്തിയ ഒരു ആരാധ്യനായ ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്വാതി ബാലചന്ദ്രൻ. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇന്ത്യ ലൈവിൽ അതിഥിയായി കിട്ടിയത് നമ്മുടെ ഒരു ആത്മീയ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് വലിയ സന്തോഷമുണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കൊരു കാര്യം ആദ്യമേ ചോദിക്കാറുള്ളത്. നമസ്തേ. ആദ്യം ഒരു കാര്യം എനിക്ക് സ്വാതിയോട് ചോദിക്കാനുള്ളത്, വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ യാത്രകളോടൊരു ക്രേസ് ഉണ്ടാവുക, അതും കൈലാസത്തിലൊക്കെ പോവുക, 38 വയസ്സിനുള്ളിൽ. സാധാരണ കാശിക്ക് പോവുക എന്നൊക്കെ പറയുന്നത് എല്ലാം വിട്ട് ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തൊരു ലെവലിലേക്ക്, ഒരു സന്യാസത്തിൻ്റെ ഒരു അടുത്ത ലെവൽ പോലെയൊക്കെയാണ് ഇത്തരം ദിവ്യ സ്ഥലങ്ങളിലും ഒക്കെ ആളുകൾ ചെന്നപ്പെടാറുള്ളത്. ഈ 38 വയസ്സിനുള്ളിൽ പഞ്ചകൈലാസങ്ങളും കണ്ട് മടങ്ങി എന്നുള്ളൊരു അത്ഭുതമാണ്. പക്ഷേ കൈലാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കേട്ടാലും മതി വരാത്ത, കണ്ടാലും മതി വരാത്ത ഒരു ഭൂമിയിലെ അത്ഭുതം, ഒരു ദിവ്യ സന്നിധിയാണ് കൈലാസം. പക്ഷേ കൈലാസത്തെക്കുറിച്ച് ഒരുപാട് കഥകളുമുണ്ട്. കൈലാസം എന്ന് പറയുന്നത് ഒരു ഏലിയൻസ് ഭൂമിയിൽ വന്നുണ്ടാക്കിയ ഒരു പിരമിഡാണെന്ന് പറയുന്നവരുണ്ട്. കൈലാസത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകാൻ നിഗൂഢമായ വഴികളുണ്ട് എന്ന് പറയുന്നു. അതിനുള്ളിൽ ശംഭാല എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, അവിടെ മനുഷ്യർ അധിവസിക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യയും ചൈനയും ചേർന്നുള്ള ഒട്ടേറെ രഹസ്യ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ പോലും 2 കൂട്ടരും ഒരുമിച്ച് രഹസ്യ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ് കൈലാസം എന്ന് പറയുന്നു. കൈലാസത്തിൽ കയറാൻ ചൈന സർക്കാർ ഒരാളെ അനുവദിക്കത്തുമില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലികളിലൊന്നാണ്, ഭൂമികളിലൊന്നാണ് കൈലാസം. ഈ കൈലാസത്തെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതങ്ങൾ ഒരുപക്ഷെ സ്വാതിയെ കൈലാസത്തിലേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഈ അത്ഭുതങ്ങൾ? സുലേട്ട, കൈലാസം എന്ന് പറയുന്നത് നമ്മൾ കേവലം ഒരു പർവ്വതം എന്നതിലുപരി ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള അമാനുഷികരായിട്ടുള്ള കുറച്ച് ജീവജാലങ്ങളുടെ ആവാസ ഒരു വ്യവസ്ഥയാണ് കൈലാസപർവ്വതം. അമാനുഷികർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ എന്നുവെച്ചാൽ വേറൊരു ലോകത്തിൽ നിന്ന്, ഏതുമാകാം, നമ്മളിന്ന് സ്വർഗം എന്നൊക്കെ പറയുന്നത് പോലെ വേറെ ഏതോ ഒരു ഭൂമികയിൽ നിന്ന് ഗസ്റ്റായിട്ട് ഇവിടെ വന്നേക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ബാക്കിപത്രമാണ് ഇന്നത്തെ മോഡേൺ മനുഷ്യൻ എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മളൊക്കെ ഏലിയൻസ് ആണ്, എല്ലാവരും ഏലിയൻസിന്റെ, നമ്മൾ ഭൂമി ജനിച്ചവരല്ല എന്നാണ് ടിബറ്റൻ താന്ത്രിക ബുദ്ധിസമാണ് അവിടെ ഒന്നാമത് ഫോളോ ചെയ്യുന്നത്. വേറെ ഏലിയൻസിനെ നോക്കണ്ട, നമ്മൾ പൂർണ്ണമായിട്ടും ഭൂമിക്ക് അനുയോജ്യമായ ആളുകളെ അല്ല ഒരു രീതിയിലും. നമ്മളെ മൊത്തത്തിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഫീഡ് ചെയ്തേക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജീവജാലം, ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് നമ്മൾ. നമ്മൾ മൊത്തം ഉണ്ടായി വന്നത് ഇന്ന് വരെ നമ്മളെ ഫീഡ് ചെയ്തേക്കുന്ന, നമുക്ക് തന്നേക്കുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ട് വെച്ച് റിസോഴ്സ് ചെയ്തും അതിനെ ചുറ്റിപ്പറ്റിയും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നേക്ക് ജീവിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇൻബോൺ ആയിട്ട് യാതൊരു ടാലൻറ്റും ഇല്ല. അങ്ങനത്തെ ഒരു കൂട്ടമാണ് അപ്പോൾ ഈ ഡാർവിൻ്റെ സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടായി വന്ന് ഇവോൾവ് ചെയ്ത് കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നൊക്കെ പറയുന്നത്. ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് നേരത്തെ ഉണ്ടെന്ന് പറയുന്നു. അതിൽ ഹോമോസാപ്പിയൻസ് എന്നുള്ള വിഭാഗം നിയാണ്ടർത്താലിൽ നിന്ന് നമ്മൾ ഹോമോസാപ്പിയൻസ് വരെ എത്തിയത് ഏകദേശം 3-4 വർഷം കൊണ്ടാണ്. അതിനുശേഷം ഈ ഐസ് ഏജിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഒരു 50,000 വർഷം മുമ്പാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ഓൾ ഓഫ് എ സഡൻ ആണ് ഈ നിയാണ്ടർത്താൽ നിന്നും ഹോമോസാപ്പിയൻസിൽ നിന്നും മാറി
പുതിയൊരു വിഭാഗം മനുഷ്യരാണ് മോഡേൺ ആധുനിക ലോകത്തിലെ ജനത ഉത്ഭവിച്ചത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ സ്വാതി പറയുന്നത് അത് ഇവിടെ ഉത്ഭവിച്ചതല്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവിടെ വന്നതാണ്. അതുവരെ നമ്മൾ ഈ ഒരു എയ്പ്സിൻ്റെ റിമൈനിങ്സ് ആയിട്ടുള്ള അതേ ചേഷ്ടകളും ചിന്തിക്കാനും സ്വപ്നം കാണാനും അഗ്രികൾച്ചർ ചെയ്യാനും മെഡിസിൻസ് ഉപയോഗിക്കാനും ഒന്നും ശേഷിയില്ലാത്ത ഒരു ജനതയായിരുന്നില്ല. പക്ഷെങ്കിൽ വേറൊരു കൂട്ടം ജനത ഇവിടെ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അവരിവിടെ വന്നത്. വെച്ചാൽ അവരുടെ പ്ലാനറ്റ്സിലെ റിസോഴ്സസിന് ഷോർട്ടേജ് വന്നപ്പം ആ റിസോഴ്സസ് എയ്സ്റ്റിൻ, ഈ ഇറിഡിയം, പ്ലൂട്ടോണിയം എന്നുള്ള എലിമെൻറ്റ്സ് മെറ്റൽസും പോലെയും അതുപോലെ തന്നെ നമുക്ക് ഹീലിയം 3 എന്ന് പറയുന്ന ഐസോട്ടോപ്സ് അങ്ങനെയുള്ള അത് നോക്കിയാണ് അവർ അങ്ങനെയുള്ള എലമെൻറ്റ്സും മെറ്റീരിയൽസും മിനറൽസും സെർച്ച് ചെയ്താണ് ഗോൾഡ് പോലുള്ള ഓറ് തപ്പി അങ്ങനെയൊക്കെയാണ് അവർ ഈ ഭൂമികയിലേക്ക് വരുന്നത് ഫസ്റ്റിലെ. അത് ഏകദേശം ഐസേജിൻ്റെ മിഡ് ടു ലാസ്റ്റ് സമയങ്ങളിലാണ് പറയുന്നത്. അപ്പം ശിവൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു ഭഗവാൻ എന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത് അത് നമ്മളീ പറയുന്ന 2 കൈകളോ മനുഷ്യൻ്റെ രൂപമോ ഒന്നുമുള്ള ആളുകളായിരിക്കണമെന്നോ മനുഷ്യൻ്റെ ഉയരവോ വലുപ്പമോ അങ്ങനൊന്നും നമുക്ക് അവരെ ഒന്നും അളക്കാനോ കാൽക്കുലേറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മളുടെ കേവല മനുഷ്യൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച് നമ്മളിത് മാറ്റിക്കൊണ്ടുവരുന്നതാണ്. പക്ഷെങ്കിൽ അവരെ ഒരു കൂട്ടം ജനതയായിരുന്നു, ആദിമ ജനത. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് അവരുടെ DNA ആയിട്ട് മീൻസ് അവരുടെ ജീനുമായിട്ട് മിക്സ് ചെയ്ത് കൊലാബറേറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന ജനതയായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് വന്ന ഒരു ജനതയാണ് നമ്മളെന്നാണ് പറയുന്നത്. അല്ല, ഇതിപ്പോൾ ഇതേ ഒരു തിയറി എന്നോട് മുമ്പ് നമ്മുടെ LMRKയുടെ രതിജീവ് എന്ന് പറഞ്ഞു. ഭഗവാൻ മുരുകൻ എന്ന് പറഞ്ഞാൽ ഏലിയൻ ആയിരുന്നു. അതെ, അത് LMRK അദ്ദേഹം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലുമേറിയ എന്ന് പറയുന്നൊരു കുമാരികാണ്ഡം, ലുമേറിയൻസ് എന്ന് പറയും. അത് നമ്മുടെ മഡഗാസ്കർ റീജിയനിലാണ്. മഡഗാസ്കറിനും ഭാരതത്തിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സിങ്കൺ എന്ന് നമുക്ക് പറയാം, ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണ് പ്ലേറ്റ് കൊലീഷന്റെ സമയത്ത്. അതൊരു കൂട്ടം ആളുകളായിരുന്നു. പക്ഷെങ്കിൽ ഇത് ഭഗവാൻ ശിവൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന്റെ മകനായിരിക്കണമെന്നില്ല. ഇവരെല്ലാം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അതുപോലെ തന്നെയാണ് സുരേട്ട അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡമുണ്ട്, നഷ്ടപ്പെട്ട ഭൂഖണ്ഡം ഉണ്ടെന്ന് പറയുന്നു. അത് നമുക്ക് സ്പെയിൻ്റെ സ്പെയിന്, മൊറോക്കോ അങ്ങനെ വരുന്ന റീജിയനിലാണ്. അതുപോലെ തന്നെ സുമേറിയൻ ഉണ്ട്, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഗോഡ്സും അവരും പറയുന്നത് ഈ സെയിം സുമേറിയൻസും പറയുന്നത് അനുനാക്കി എന്ന് പറയുന്ന ഗോഡിനെ കുറിച്ചാണ്. അവരും ഏലിയൻസ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ മൊത്തം ട്രെയിൻ ചെയ്തേക്കുന്നത് മനുഷ്യനെ ഡെവലപ്പ് ചെയ്ത് ഈ രൂപത്തിലാക്കി നമ്മുടെ DNA സ്ട്രക്ചർ തന്നെ മാറ്റിയത് ഈ ഗ്രൂപ്പ് ഓഫ് ഏലിയൻസ് ആണ്. അവരുടെ അടിമകളായിട്ട് അല്ലെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അവരൊരു ജനതയെ സൃഷ്ടിച്ചെടുത്തതാണ്. നമ്മൾ അവരെ സർവ് ചെയ്യായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരിൽ ഭയപ്പെട്ടു ആ ഒരു അടിമത്ത ഫീലിംഗ് ഇന്ന് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് മനുഷ്യരിൽ വരുന്നത് തന്നെ. അത് നമ്മുടെ ജീനിലുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്നത് സോക്കോൾഡ് ദൈവമല്ല, നമ്മളെ ഇവിടെ എത്തിച്ച ആ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെയാണ് നമ്മൾ ഇന്ന് നമ്മളുടേതായ കേവല മനുഷ്യന്റെ രീതിയിൽ കൈയും കാലും ആഭരണങ്ങളും ഒക്കെ അണിയിച്ച് ദൈവങ്ങളാക്കി. ഇപ്പോഴും നമുക്ക് ആ മനോഭാവം നമ്മുടെ ഉള്ളിൽ, ആ ജീനോളജി ദൈവഭയത്തിന്റെ കാര്യം ഏലിയൻസിനുള്ള പേടിയാണ്. തീർച്ചയായിട്ടും അത് കൈലാസമായിട്ട് അതിന് ബന്ധപ്പെടുന്നത്. നമ്മളിപ്പം കുമാരികാണ്ഡം പറഞ്ഞു, അതിന്നില്ല, നഷ്ടപ്പെട്ടു പോയി. അറ്റ്ലാന്റിസ് ഇന്നില്ല, നഷ്ടപ്പെട്ടു പോയി. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഇന്നില്ല, നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആദ്യമായിട്ട് വന്നിറങ്ങിയ ഭൂമികയുടെ റിമൈനിങ് ആയിട്ടുള്ള ഭൂമിയിലെ ഏക സ്ഥലം കൈലാസമാണ്. ആ ഒരു പർവ്വതമാണ്. അതാണ് ആ പർവ്വതത്തിന്റെ പ്രത്യേകത. അതെങ്ങനെ എന്തെങ്കിലും തെളിവല്ലോ ഉണ്ടോ? ഉണ്ട്. അപ്പം നമുക്ക് ഈ ടിബറ്റൻ പീപ്പിളിനെ മാത്രം നോക്കിയാൽ മതി. ഏകദേശം ഒരു 20,000 വർഷത്തെ മുമ്പോട്ടുള്ള 20,000 വർഷം അവരുടെ ലീനിയേജ് എടുത്താൽ അതിൻ്റെ അകത്ത് ഈ ബോൺ എന്ന് പറയുന്നൊരു റിലീജിയൻ ഉണ്ട്. അവർ ഏകദേശം ബോൺ മതം, ആ മതത്തിൽ ഏകദേശം ഒരു 15,000 മുതൽ 22,000 ആളുകളെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൂ. അവര് കലർപ്പില്ലാത്ത രക്തം എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു വിഭാഗമാണ്. വെച്ചാൽ അവരുടെ ആ ഒരു ടെറിട്ടറി ഉണ്ട്. ഏകദേശം വെസ്റ്റേൺ സൈഡ് ഓഫ് ടിബറ്റിലാണ് ഈ ബോൺ റിലീജിയൻ ഉള്ള ആളുകൾ ജീവിക്കുന്നത്. അവരിപ്പം അവരുടെ ഒരു നൊമാൻസ് ഒരു 10-30 കിലോമീറ്റർ നമ്മൾ പറയുന്നത് അവരുടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ, അത് നമുക്ക് കിലോമീറ്ററിൽ അളക്കാൻ പറ്റത്തെന്ന് വെച്ചാൽ മൗണ്ടൻസ് ആണ് മുഴുവൻ. ആ ഒരു ടെറിട്ടറി വിട്ട് അവർ പുറത്തുകൂടി പോകത്തില്ല. ആ ജനവിഭാഗം ആ ഒരു പ്ലേറ്റ്യൂവിൽ ജീവിച്ച് പ്രത്യുൽപാദനം നടത്തി അവിടെ
അവിടെ കഴിയുക, അവിടെ മാത്രം കഴിയുക, അതെ അതെ മറ്റാരെയും സ്വീകരിക്കത്തില്ല, മറ്റാരോടൊപ്പം ഇല്ല. പോകത്തില്ല. അതുകൊണ്ട് അവർക്ക് വേറൊരു വിഭാഗമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല. ഹിറ്റ്ലറിനെ കുറിച്ച് മുസോളിനി ഹിറ്റ്ലറും ഒക്കെ വേൾഡ് വാറിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നാസി വാറിന് മുമ്പായിട്ട് ഇവിടെ ടിബറ്റിൽ വന്നു എന്ന് പറയുന്നത് 1940-കളിൽ ഇവിടെ വന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാ? ടിബറ്റിൽ എക്സ്കവേഷൻസ്. അന്ന് ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തിനാണെന്നറിയോ? റയർ ആര്യൻ ബ്ലഡിൻ്റെ ലീനിയേജിന് വേണ്ടി. ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് ആര്യൻസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ വലിയ മഹാപ്രളയ സമയത്താണ് കൂടുതലും ഈ അറ്റ്ലാന്റിസ് പോലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ് അതെ കുമാരികാണ്ട ടെക്ടോണിക് കൊലീഷൻ ആണെങ്കിൽ അറ്റ്ലാന്റിസ് നഷ്ടപ്പെട്ട ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അറ്റ്ലാന്റിസ്. അത് വെച്ചാൽ ഒരു പ്രളയത്താൽ അതിൽ കൂടെ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് കയറിയ ഒരു വിഭാഗം ആളുകൾ താഴെ ഭൂമികളിൽ നിന്നും ഉയരങ്ങളിലേക്ക് അവർ ചേക്കേറി. ഇനി അങ്ങനെ അവർക്ക് ജീവഭയം കൊണ്ട് വെച്ചാൽ മഹാപ്രളയത്തിൻ്റെ സമയത്താണ്. അപ്പം അവർ ഉയരങ്ങളിലേക്ക് ചേക്കേറിയെന്ന് അതൊരു മിത്തായിരിക്കാം, അവരുടെ വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിൽ അവർ അറിഞ്ഞതായിരിക്കും. അപ്പം അവർ ഈ ഉയരങ്ങളിലേക്ക് ചേക്കേറി ടിബറ്റിയൻ പ്ലേറ്റ്യൂലുണ്ടെന്ന് അറിഞ്ഞിട്ട് 1940-കൾ മുതൽ ഏകദേശം 30 വർഷം ജർമ്മനിയുടെ എക്സ്കവേഷൻസ് കൈലാസ് റീജിയനിലുണ്ടായിരുന്നു. അതിനുശേഷം 1950-ലാണ് ചൈന ഇത് കോൺകർ ചെയ്യുന്നത്. ചൈന കോൺകർ ചെയ്യാൻ ടിബറ്റ് പിടിച്ചു. അതെ അതെ അതെ. അത് ചൈനയ്ക്കൊരു മണ്ഡലത്തിൽ അതിനകത്ത് പറ്റി. എന്നുവെച്ചാൽ 13ാമത്തെ ദലൈലാമയ്ക്ക് വരെ ഈ ടിബറ്റൻ ബോണ്ട് റിലീജിയൻസിലാണ് ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സ്, ബ്ലൂ പ്രിന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, ഈ ചെറിയ ചെറിയ സ്റ്റോണിൽ ശിലാലിഖിതം, ആ ക്യാപ്സ്യൂൾസ് ലക്ഷക്കണക്കിനാണ് ടിബറ്റൻ കേവ്സിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് പക്ഷേ ഡീകോഡ് ചെയ്യാൻ ഇന്നത്തെ മനുഷ്യർക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ബോൺ റിലീജിയനിലെ പ്രീസ്റ്റുകൾക്കും ദലൈലാമകൾക്കും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മുഴുവൻ ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആളുകളുടെ അല്ല ജീവികളുടെ വരവിനെയും പോക്കിനെയും കുറിച്ച് ഇത് മൊത്തം ഡിഫൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ 13th ദലൈലാമ മരിക്കുന്ന സമയത്ത് പുതിയ ദലൈലാമയായിട്ട് അവരോധിക്കാൻ പോകുന്നത് 3 വയസ്സുള്ള കുഞ്ഞിനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് മുഴുവനുള്ള മൗറീഷ്യസിലേക്ക് അങ്ങനെയുള്ള വെച്ചാൽ അവർക്ക് പിന്നെ വിശ്വസ്തർ അവിടെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ടിബറ്റിയൻസ് ഈ 1950-ൽ പിടിച്ചടക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് പിടിച്ചടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ അവർ ചെയ്തത് എന്തിനാണെന്ന് ഈ സീക്രട്സ് ഇവർ പുറത്ത് പറയില്ല. അതിനുവേണ്ടി അവർ ഒത്തിരി വാസ്റ്റായിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ടിബറ്റിൽ ഈ സ്ലോ പോയിസണിങ് ചെയ്യുന്നുണ്ട്. ഈ ജനത്തെ ഇന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചൈന ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, ആവശ്യമില്ലാത്ത സൈറ്റ്സുകളെല്ലാം അവർക്ക് യൂസ് ചെയ്യാം. ചൈനയിൽ ബാൻഡ് ആയാലും ടിബറ്റിൽ ഉപയോഗിക്കാം എന്ത് രീതിയിലുള്ള സൈറ്റുകൾ നമുക്ക് സാധാരണ. അതുപോലെ അവരെ ഈ ആധുനിക ലോകത്തേക്ക് കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരിക, അവരെ നശിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ആഹാരങ്ങളിലും വെള്ളങ്ങളിലും എല്ലാം മായം ഇത് അവരുടെ ഒരു സ്ട്രെങ്തും അവരുടെ ആ ഒരു പ്യൂരിറ്റി എല്ലാം ചൈന നശിപ്പിച്ചിട്ട് അത് വംശഹത്യ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ജനതയെ നശിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാൻ വലുതായിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അവരത് ഞാനിപ്പോൾ മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ പല നമ്മുടെ ശാസ്ത എന്ന് പറയുന്നൊരു മൗണ്ടൻ ഉണ്ട് കാലിഫോർണിയയിൽ. മൗണ്ട് ശാസ്ത കാലിഫോർണിയയിൽ. അത് ഈ നമ്മുടെ കൈലാസ പർവ്വതം പോലെ തന്നെ ഒരു ഏലിയൻ ബീങ്സ് ആണ്. ഇത് അണ്ടർഗ്രൗണ്ട് തിയറീസ് ആണ് ഈ മൗണ്ടൻസ് എല്ലാം കൂടുതലും പറയുന്നത്. ഭൂമിക്കടിയിൽ ഏകദേശം കിലോമീറ്ററോളം ചുറ്റളവിൽ ചേമ്പേഴ്സ് ആണ് ആ മൗണ്ടനിൽ. അപ്പോൾ ആ മൗണ്ടൻസിൻ്റെ പക്ഷെങ്കിൽ ഇത് ഈ ഭൂമിക്കടിയിലുള്ള ഈ കേവ്സ് എന്ന് വെച്ചാൽ ഇത് ഇന്റർലൈനായിട്ട് ഇത് ഉള്ളിൽ കൂടി ഇവർക്ക് ആശയവിനിമയങ്ങൾ നടത്താനും ഭൂമിക്കടിയിൽ കൂടി ഒരു മാർഗങ്ങളുണ്ട് പറയപ്പെടുന്നത്. നെറ്റ്വർക്ക് ഓഫ് ചെയിൻസ് ഓഫ് ഗ്രൂപ്പ് ഈ കേവ്സിന് നെറ്റ്വർക്ക് ഉണ്ട് ഭൂമിക്ക് അടിയിൽ കൂടി. ഇവർക്ക് അത് ആ വഴി സർപ്പൻ ഗോഡ്സ് എന്ന് പറയത്തില്ലേ, പാമ്പുകളെ പോലുള്ള ദൈവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പം കൈലാസ റീജിയനിലാണേലും ഈ സർപ്പൻ ഈ നമ്മുടെ ഭഗവാന്റെ കഴുത്തിലണിഞ്ഞേക്കുന്ന നാഗങ്ങൾ എല്ലാം തന്നെ ഈ സർപ്പൻ ഗോഡ്സ് ആണ്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന ശിവൻ എന്ന് പറയുന്ന ആ ഒരു ദേവത ഇവരുടെ ലീഡറായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ മൗണ്ട് ശാസ്ത്രയെ കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞത് ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ബുക്സ് ഈ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു വിട്ടു. അതുപോലെ ഒരിക്കലും ചൈനയുടെ കയ്യിൽ ഇതില്ല. പക്ഷെങ്കിൽ ചൈന ഇന്ന് ഏറ്റവും കൂടുതൽ എക്സ്കവേഷൻസ് ലോകത്തിലെ മിനറൽ റിസോഴ്സസിന്റെ പകുതിയും കൈയാളുന്ന രാജ്യം അതിന്റെ എന്താ പറയാ റോ മിനറൽസ് കിട്ടുന്നത് ചൈനയിൽ നിന്നാണ്.
മൊത്തം ലോകത്തിൻ്റെ പകുതിയും കിട്ടുന്നത് ചൈനയിൽ നിന്നാണ്. ആ ചൈനയിൽ 80% കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസും മിനറൽസും കിട്ടുന്നത് കൈലാസം കൈലാസം വേറൊരു ആ ഒരു ടിബറ്റൻ വെസ്റ്റേൺ ടിബറ്റിൽ നിന്നാണ്. ആ വെസ്റ്റേൺ ടിബറ്റിൻ്റെ അച്ചുതണ്ടായിട്ട് നിൽക്കുന്നത് കൈലാസമാണ്. അപ്പോൾ ഈ കൈലാസത്തിലുള്ള റെയർ മിനറൽസ് ആണ് ചൈനയ്ക്ക് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ കുബേരൻ്റെ കോട്ട എന്നൊക്കെ പണ്ട് പറയുന്നത് നമ്മൾ പുരാണങ്ങളിൽ പറയുന്നത് കൈലാസത്തിന്റെ നോർത്ത് ഫേസ് ആണ്. നോർത്ത് ഫേസിൽ ആണ് ഭഗവാൻ ധ്യാന രൂപത്തിൽ ഇരിക്കുന്നത്. അവിടെയാണ് കുബേരൻ വസിക്കുന്നതെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ ചൈനയുടെ എക്സ്കവേഷൻസിൽ അവർ പറയുന്നുണ്ട്, ഭൂമിക്കടിയിൽ കിലോമീറ്ററുകൾ താഴ്ചയിൽ ഈ ഓറായിട്ടെല്ലാം സ്വർണത്തിൻ്റെ മലയായിട്ട് പോലും ഭൂമിക്കടിയിൽ ഇന്ന് മൂടിപ്പോയി. വർഷങ്ങൾ എത്രയോ കഴിയുക, 1000-ഓളം ആളുകൾ എന്ന് വെച്ചാൽ 10,000-കണക്കിന് വർഷം കഴിയുന്നത് ഇത് മൂടി ഭൂമിക്ക് അടിയിലായി പോയിട്ട്. വെച്ചിട്ട് കൈലാസ റീജിയൻ്റെ ഒരു പ്രത്യേകത അത് വേൾഡിലെ തന്നെ സെക്കൻഡ് മൂവിങ് പ്ലേറ്റുമാണ്. വെച്ചാൽ എല്ലാ 12 വർഷവും, അതാണ് ഈ 12 വർഷം എന്ന് വെച്ചാൽ ഒരു ടിബറ്റിയൻ ഹോഴ്സ് ഇയർ എന്ന് പറയും. ഈ 12 വർഷം കൂടുമ്പോഴാണ് ടിബറ്റിൽ വലിയ ആഘോഷങ്ങൾ. ഈ 12 ഔട്ടർ കോർ ചെയ്ത ഒരാളെ ഇന്നലെ പോകാമെന്ന് പറയുന്നതൊക്കെ ആ ഒരു തിയറി വെച്ചിട്ടാണ്. അപ്പോൾ ഈ 12 വർഷം കൂടുമ്പോൾ ഈ സ്ഥാനങ്ങൾക്ക് വല്ലാത്ത ചലനം സംഭവിക്കും. ഇപ്പം ഇന്ന് ഞാൻ പോയി കാണുന്ന കൈലാസത്തിൻ്റെ റൂഡോ ആയിരിക്കത്തില്ല. അതിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു മല കാണും. ഈ പ്രാവശ്യം പോകുന്ന മല മാറിയിട്ട് ഗർത്തമായിരിക്കും. ഇത് മൂവിങ് ഗ്ലേസിയർ ആണ് കൈലാസ പർവ്വതത്തിന് ചുറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ കൈലാസം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. അല്ല, എല്ലാ ദിവസവും 12 വർഷം കൊണ്ട് മാറണമെങ്കിൽ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്നില്ല, കാണാൻ പറ്റില്ല. പൂ വിടരുന്നത് കാണുന്നില്ല എന്ന് പറയുന്ന പോലെ പൂമുട്ട് വിരിഞ്ഞ് പൂവാകുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ല, അതേപോലെ തന്നെ അങ്ങനെ ഒരു പ്രതിഭാസമാണ് നടക്കുന്നുണ്ട്. പിന്നെ കൈലാസം നമ്മളിപ്പോൾ ഇന്നർ കോറ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൗണ്ട് ശാസ്തയുടെ പറഞ്ഞ പോലെ കൈലാസ പർവ്വതം നമ്മൾ ഇന്ന് കാണുന്നത് ഏകദേശം 6 കിലോമീറ്ററാണ്. ഇപ്പം വെസ്റ്റ് ഫേസ് നമ്മൾ ദർശനിക്കുന്ന ഒരു 3 കിലോമീറ്ററാണ്, നോർത്ത് ഫേസ് 5 കിലോമീറ്ററാണ്, ഈസ്റ്റ് ഫേസ് പുറത്തൂടെ പോകുമ്പോൾ 7 കിലോമീറ്റർ ദൂരെ അത്ര ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ കൈലാസ പർവ്വതം കാണുന്നത്. പക്ഷേ കൈലാസത്തിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താണെന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അതങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് വ്യക്തമായ പോകാൻ പാടില്ല. കൈലാസ പർവ്വതം ഒരു നിരപ്പേ നിൽക്കുകയാണ്. ആ നിരപ്പിൽ നിന്ന് ഒരു 20-30 അടി വരെ ചെറിയ ചെറിയ വട്ട പാറക്കഷ്ണങ്ങളില്ല, നമ്മുടെ മെറ്റലുകൾ പോലത്തെ ചെറിയ ബ്ലാക്ക് കൊമള പോലുള്ള കുറേ കൂടി വന്നേക്കുന്ന, അങ്ങനെയാണ് ഒരു എന്താ നമ്മൾ പറയുക, ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന പോലെ ഒരു ഫീൽഡാണ് ഫസ്റ്റ് ഒരു 20 അടി വരെ വന്നേക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ആണ്. അതിന് മുകളിലേക്ക് ഒരൊറ്റ പാളിയാണ്, ഒരൊറ്റ കല്ലാണ്, കറുത്ത ഒരു ശിലയാണ് മൊത്തം പർവ്വതം. അത് ആ പർവ്വതത്തിൻ്റെ ചുറ്റും ഇങ്ങനെ തന്നെയാണ്. ഒരു ബേസ്മെൻറ്റ് പണിതേക്കാണ് ഈ ചെറിയ ഉരുളം കല്ലുകൊണ്ടും അതിന് മുകളിൽ ഒരു പാറ വന്ന് വെച്ചേക്കുക. അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ അത് വന്ന് ഇടിച്ചിറങ്ങിയതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒറ്റ ശില ഒരു 20 അടി മുകളിലുള്ള ഒരു ബേസ്മെൻറ്റിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ബേസ്മെൻറ്റിലുള്ള സ്റ്റോൺസ് എല്ലാം പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഈ നമ്മൾ റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള അത് എന്താണ് ആ കല്ലുകൾക്കുള്ള പ്രത്യേകത വെച്ചാൽ അത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അതിൽ മൊത്തത്തിലല്ല ഉൾപ്പെട്ടിട്ടുണ്ട്, ചെറിയ തോതിൽ. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ കൂടി പറ്റും. പക്ഷെങ്കിൽ കൈലാസ പർവ്വതത്തിന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നുണ്ട് ഈ കല്ല്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് സയൻറ്റിഫിക്കലി തെളിഞ്ഞിട്ടുള്ളതാണല്ലോ, എല്ലാ രീതിയിലും ശാസ്ത്രം തെളിയിച്ചതാണ്. കൈലാസത്തിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മോസ്റ്റ് എല്ലായിടത്തും ഹിന്ദി ചാനൽസിലോ ഇംഗ്ലീഷ് ചാനലിലോ ഒക്കെ ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് മുടി വളരും, നഖം വളരും എന്നൊക്കെ പറയുന്ന കേൾക്കത്തില്ല അടുത്ത്. അതങ്ങനെയല്ല. കൈലാസ പർവ്വതത്തിൻ്റെ അടുക്കൽ ചെന്നൊരു സർട്ടൺ ടൈം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോപ്പമിൻ്റെ അളവ് കുറയും ബ്രെയിനിൽ. നമുക്ക് അത് ഡോപ്പമിൻ്റെ അളവ് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചേട്ടനെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇത് ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, നമുക്ക് ഭ്രാന്തായി പോകും. എന്നുവെച്ചാൽ മാനസിക നില തെറ്റിപ്പോവും ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള റേഡിയേഷൻസ് കാരണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുത്തില്ല. ഒരു വർഷം, ഒരു 5 മാസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം വീക്കാകാൻ തുടങ്ങും. അസുഖങ്ങൾ, ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ആർത്രൈറ്റീസ് പോലെ ഇൻറ്റേർണൽ ഓർഗൻസ് മുഴുവൻ നശിക്കാൻ തുടങ്ങും.
എന്നുവെച്ചാൽ അത് അനുഭവസ്ഥരുണ്ട്. എന്നുവെച്ചാൽ അവിടെ റിസർച്ച് ചെയ്ത ആളുകൾ ഒരു 80% ആൾക്കാർ ഒരു 1-2 വർഷത്തിനുള്ളിൽ അവിടെ റിസർച്ച് ചെയ്യാൻ ചെന്ന് പോലുമല്ല 10, 12, 15 ദിവസം അവിടെ താമസിച്ച ആളുകളെല്ലാം ഒരു 1-2 വർഷത്തിനുള്ളിൽ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ നേരിട്ട് എക്സ്പീരിയൻസേ. ഞാൻ 2015 ആദ്യമായിട്ട് കൈലാസ് ഇന്നർ കോർ ചെയ്യുക. ആ സമയത്ത് കലൈബാല എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് കൈലാസ് ഇന്നർ കോർ ചെയ്ത വ്യക്തി. അദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ സാധാരണ മനുഷ്യനെ നമ്മളെ പോലുള്ള മനുഷ്യർക്ക് ഇടയ്ക്ക് വന്ന് കൈലാസ് ഇന്നർ കോർ ചെയ്ത മലേഷ്യൻ തമിഴനാണ്, മലേഷ്യ സെറ്റിലാണ്. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹം ഒരു 4-5 പ്രാവശ്യം ഇന്നർ പരിക്രമ പല രീതിയിലുണ്ട്, പിന്നീട് അപ്പം ഈ ഇന്നർ പരിക്രമ അദ്ദേഹം ചെയ്തിട്ട് ഈ 4-5 പ്രാവശ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അക്കൂടെയാണ് ഞാൻ 2015 ഞങ്ങൾ 11 പേരെ പോവുക. അദ്ദേഹം ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് ഇപ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു മനുഷ്യനെ പോലെ മാറിപ്പോയി. ഈ ഒരു 50 വയസ്സുകാരൻ ഇപ്പം അനങ്ങാനോ വീക്കാനോ ഒരു സ്റ്റെപ്പ് ഒരു കൈലാസം ഇന്നർ കോർ ചെയ്യാന്ന് വെച്ചാൽ ഒരു മൗണ്ട് എവറസ്റ്റ് കയറുന്നതിന് തത്തുല്യമായ കഷ്ടപ്പാടാണ്. ഓക്സിജൻ ഇല്ലാതെ അവിടെ കയറി പറ്റുക എന്ന് പറയുന്നത്. അത് ഈ റേഡിയോ ഈ ഇത്രയും പവറുള്ള ആ ഒരു റേഡിയേഷൻ ചലിപ്പിക്കുന്ന പർവ്വതം സ്വാദിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അതെനിക്ക് വളരെ വീക്കാണ് ബോഡി. ഇപ്പം ഞാൻ യാത്രകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു വർഷം ഒരു പ്രാവശ്യം വല്ലൊരു യാത്ര ചെയ്യല്ലാതെ നമുക്ക് ശ്വാസം മുട്ടൽ വരിക, മസിൽസ് മുഴുവൻ ഡൗൺ ആകുക, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ. പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുക, നമുക്ക് സ്വയം ഉള്ളിൻ്റെ ഉള്ളിലൊരു ടയേർഡ്നെസ് ആണ് എപ്പോഴും. ഇനി എന്താണെന്നുള്ള അറിയത്തില്ല, പക്ഷെങ്കിൽ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ. അതാണ് കൈലാസത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ ഏജിങ് ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോളെ നഖം വളരുമോ മുടി വളരുമോ ക്ഷീണിക്കുമൊന്നും അല്ല. പക്ഷേ കാലക്രമേണ നമ്മുടെ ആന്തരിക അവയവങ്ങൾ അത് കാർന്ന് തിന്നാൻ പറ്റുന്നിടത്തോളം എന്തോ ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ വരാൻ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ടിബറ്റൻസ് പറയുന്നത് ഒരു ലിമിറ്റിൽ കൂടുതൽ അതിന് ഉള്ളിലേക്ക് പോകരുത്. 12 വർഷം ഒരു ഔട്ടർ കോർ ചെയ്യുന്ന ഒരാൾ സാമാന്യ ഒരാളായിരിക്കത്തില്ല. അങ്ങനെ ആരും പോകത്തുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് എത്ര തവണ ചെയ്തു? ഞാൻ 2 പ്രാവശ്യം പോയിട്ട്. അപ്പം ഉള്ളിലേക്ക് പോകരുതെന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏകദേശം ഒരു ധാരണ കിട്ടി. സ്വാതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാതി ആരാണെന്ന് ചോദിച്ചാൽ സ്വാതി ഒരു സഞ്ചാരിയാണ്. കൂടുതലും കൈലാസ യാത്രകൾ നടത്തുന്ന, ഒരു കൈലാസമല്ല 5 കൈലാസങ്ങളും പോയി വന്ന് ഇന്നർ കോർ പരിക്രമണയും നടത്തിയ ഒരാളാണ്. അപ്പോൾ സ്വാതിയുടെ ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന ഒരുപാട് കഥകൾ സ്വാതിക്ക് പറയാനുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് മഹാഭൂരിപക്ഷം പ്രേക്ഷകർക്കും കൈലാസ യാത്ര പോലും നടത്താൻ കഴിയാത്തവരാണ്. നമ്മൾ വിചാരിച്ചാൽ പലപ്പോഴും നടക്കില്ല. പല കാരണങ്ങൾ, ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം, പിന്നെ അതിന് വേണ്ടിയുള്ളൊരു വലിയ റിസ്ക് ഉണ്ട്, പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, പിന്നെ ഈ ഇന്നർ പരിക്രമണയാണെങ്കിൽ അത്രയും കൂടെ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ജീവിതകാലത്ത് കൈലാസ പരിക്രമണം നടത്തിയ പഞ്ചകൈലാസിയായ ഒരാളെ കിട്ടുക, നമ്മുടെ മുന്നിൽ വരിക എന്ന് തന്നെ വലിയ ഭാഗ്യമാണ്. അദ്ദേഹം പറയുന്നത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. ഉറപ്പായും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. സ്വാതി ബാലചന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. അടുത്ത എപ്പിസോഡുകൾ മുടങ്ങാതെ, വീഴ്ച വരുത്താതെ ദയവായി കാണുക. നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് അടുത്ത എപ്പിസോഡുകളിൽ സ്വാതി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്.